പാടിക്കൊണ്ടൊന്ന് ഒരുക്കുക. ആനന്ദപുരാന് കാണുവാനായി ആ വടം വലിക്കുന്നവരും ശ്രദ്ധിച്ച് തന്നെ നിൽക്കണം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇത് ഫെബ്രുവരി 10 ചൊവ്വാഴ്ച ദിവസത്തെ എൻ്റെ ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. എണീറ്റ് കഴിഞ്ഞപ്പോഴത്തെ ഏകദേശം 8 മണി കഴിഞ്ഞു കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പ്രോഗ്രാമൊക്കെ നടക്കുന്നതുകൊണ്ട് രാത്രി വന്ന് കിടക്കുമ്പോൾ എന്തായാലും ലേറ്റാവും. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം നേരെ അമ്പലത്തിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അവിടെ അമ്പലത്തിൽ ഇന്ന് പൊങ്കാല നടക്കുന്നുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടുള്ള പരിപാടിയാണ്. അമ്പലത്തിൽ ഇന്ന് 9ാം ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. ഉത്സവമായിട്ട് 2 ദിവസമായിട്ട് എനിക്ക് ക്ഷണിക്കാത്ത ഒരു അതിഥി എൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഒരു ജലദോഷം 2 ദിവസമായി, ഇതുവരെ മാറിയിട്ടില്ല. എൻ്റെ സൗണ്ട് എല്ലാം പോയി. അങ്ങനെ ഞാൻ നേരെ അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ നിന്ന് പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുളിച്ചൊക്കെ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്ക് 8:30 മണി കഴിഞ്ഞു. അങ്ങനെ നേദിക്കാൻ സമയമായി. അങ്ങനെ നേദിക്കുന്നൊരു വിഷ്വലും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ പായസം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പൊങ്കാല ഇടാൻ മാത്രം ഏകദേശം ഒരു 10-600 പേരെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ മയിലിക്കാട് തിരുവാറാട്ടം മാടനട ക്ഷേത്രത്തിലെ ഉച്ചാര മഹോത്സവം. അങ്ങനെ എല്ലാവരും പായസം കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഞാനും പായസം കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു ഗ്ലാസ് എടുത്തിട്ട് വന്ന് നേരെ പായസത്തിൻ്റെ മുന്നിൽ ചെന്ന്, എൻ്റെ ഒരു വല്യച്ഛൻ തന്നെയാണ് അവിടെ പായസം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു വല്യച്ഛ ഒരു ഗ്ലാസ് പായസം നിറച്ച്. അങ്ങനെ ഒരു തവണപ്പോഴത്തേക്ക് വല്യച്ഛൻ നിർത്തി കേട്ടോ. നല്ല ചൂടായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും കൂടെ ഒഴിക്കാൻ. അങ്ങനെ ഞാൻ ചോദിച്ച് ഒരു തവി കൂടെ വാങ്ങി ഗ്ലാസ് ഫില്ല് ചെയ്തു. അങ്ങനെ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹേഷനെ കുറച്ച് വാങ്ങി എൻ്റെ വാങ്ങി കുടിക്കുകയുണ്ടായി. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, പായസം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പായസം കുടിച്ച് അവിടെ നിന്ന് വിഷ്വലൊക്കെ എടുത്തുകൊണ്ട് നിൽക്കാൻ നേരം ശ്രീനാഥ് അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ശിവനാഥും അതിനടുത്ത് നിന്ന് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ വ്ളോഗ് എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശിവനാഥ് കയ്യൊക്കെ ഇങ്ങനെ അടിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം വന്നപ്പോഴത്തേക്ക് അഷ്ടമി പറയുന്നത് നമുക്ക് കൊട്ടിയം വരെ പോകണമെന്ന്. അങ്ങനെ അഷ്ടമിയും കൊണ്ട് ഞാൻ കൊട്ടിയം വരെ ഒന്ന് പോവുകയുണ്ടായി. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് ഉറങ്ങിയതിനൊക്കെ ശേഷം വൈകുന്നേരം അമ്പലത്തിലെത്തി 6 മണിയായപ്പോഴത്തേക്ക് നെടുകുതിരയെടുപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ 6:30 നെടുകുതിരയെടുപ്പ് തുടങ്ങിയത്. 9ാം ഉത്സവമാണെങ്കിലും അമ്പലത്തിൽ നെടുകുതിരയെടുപ്പ് കാണാനായിട്ടും തൊഴുവാനാണെങ്കിലും അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. വളരെ മനോഹരമായിരിക്കും ആ കുതിരയെടുപ്പിന്റെ ഭംഗി. അങ്ങനെ കുതിരയെടുപ്പ് കഴിഞ്ഞ് ശ്രീലു വന്നിട്ടുണ്ടായിരുന്നു. ശ്രീലുവാണ് ഈ നിൽക്കുന്നത്. അതിനുശേഷം അപ്പുറത്തേക്കുന്ന ഗോപു, അതിനപ്പുറത്തേക്കുന്ന വൈശാഖാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ കുറച്ച് സംസാരിച്ചൊക്കെ നിന്നു. അതിനുശേഷം 10 മണിയായപ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് അലങ്കാര പരിപാടികൾക്കുള്ള പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചാര ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള അലങ്കാര പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ദിവസത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളാണ്. ഞാനും ജോയിൻ ചെയ്യുകയുണ്ടായി. പൂക്കളം വെച്ചിട്ടുള്ള അലങ്കാര പരിപാടികൾ നേർച്ച നടത്തുന്നത് മയിലിക്കാട് ആറാട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ അംഗങ്ങളാണ്. ഈ അമ്പലത്തിലെ അലങ്കാര പരിപാടികളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം രാവിലെ 4 മണിയാവും. ഞാൻ എന്തായാലും 1 മണിയായപ്പോഴത്തേക്ക് ഞാൻ നിർത്തി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദനയും സുഖമില്ലാത്തതിനാലും ഞാൻ 1 മണിയായപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയുണ്ടായി. ഇതാണ് അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. എന്തായാലും 1 മണിയായപ്പോഴത്തേക്ക് ഞാൻ നിർത്തി വീട്ടിലേക്ക് എത്തി. ഇത്രയേ ഉള്ളൂ. അമ്പലത്തിലെ അലങ്കാര വീഡിയോസും കാര്യങ്ങളും ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്